സത്യസന്ധന്മാരുടെ ഏറ്റവും വലിയ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അരുമ ശിഷ്യനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുന്നു. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ലാ യംബഗീ ലി സിദ്ദീഖിൻ, സത്യസന്ധനായ ആളുകൾക്ക് യോജിച്ചതല്ല അൻ യകൂന ലആനൻ, അവൻ ശപിക്കുന്നവനാകൽ. സത്യസന്ധന്മാരായ ആളുകൾ മറ്റുള്ളവരെ ശപിക്കാൻ നിൽക്കില്ല, മറ്റുള്ളവർക്ക് ഗുണം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഇനി അർഹതയില്ലാത്തവരെ ശപിച്ചാൽ എന്ത് സംഭവിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത ഹദീസ്, അബൂ ദാവൂദ് തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മൻ ലഅന ഷൈഅൻ ലൈസ ലഹു ബി അഹ്ലിൻ, ഒരാൾ ഒരു വസ്തുവിനെ ശപിച്ചു, ശാപത്തിനത് അർഹതയുള്ളതല്ല എങ്കിൽ റജഅത്തിൽ ലഅനത്തു അലൈഹി, ശാപം ആ ശപിച്ചവനിലേക്ക് തന്നെ മടങ്ങുന്നതാണ്. ശാപം തിരിച്ചടിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി ഗുണത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവ വിശേഷണം. അല്ലാഹു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നല്ല സ്വഭാവ വിശേഷണങ്ങളെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.